ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫിഷ് അതുപോലെ ബീഫൊന്നും പറ്റാത്തവർക്കായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മളിത് മുട്ടയും അതുപോലെ കുറച്ച് വെജിറ്റബിൾ ഫില്ലിങ്സൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ്, അതായത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊന്നും മാറ്റാതെ പുഴുങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. നൈസായിട്ടും അതുപോലെ ചെറുതായിട്ടും അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു 5 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മുട്ടേനെ 3 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിനെ ഞാൻ 2 ഭാഗമാക്കുന്നുണ്ട്. ഒരു ഭാഗം കുറച്ചൊന്ന് ചെറുതും അതിനേക്കാൾ കുറച്ചൊന്ന് വലുതായിട്ടാണ് മറ്റേ ഭാഗം വരുന്നത്. കാരണം നമ്മൾ മുകളിൽ വെക്കുന്ന പീസ് കുറച്ചൊന്ന് വലുതായിട്ടുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള പീസ് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചപ്പാത്തിയുടെ ആ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് മൈദമാവ് വിതറിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മൈദമാവ് വിതറാതെ മടക്കിയാൽ ഇത് ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മൈദമാവ് ഒന്ന് വിതറിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത ബോൾ കൂടി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ്സ് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോന്നും കട്ട് ചെയ്ത് പരത്തിയെടുക്കേണ്ട അങ്ങനത്തെ ആവശ്യമില്ല. ഇതൊക്കെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ മുട്ടയുടെ പീസും ഓരോന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കരുത്. കാരണം നമ്മൾ അടുത്ത മുകളിലായിട്ട് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് ഒരുപാട് ലൂസായിട്ട് പോകരുത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിച്ചാലും മതി. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ വശത്തും നന്നായിട്ട് പ്രസ് ചെയ്യുക. ഓരോരോ നമ്മുടെ ആ ഒരു മുട്ട വെച്ച പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കൈവിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ് കറക്റ്റ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഫില്ലിൻ്റെ മുകളിൽ കയറിയിട്ട് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. അഥവാ അങ്ങനെ ചെയ്തു പോയാൽ കുഴപ്പമില്ല, കൈ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷം നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്നാക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 എണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി.
ഞാൻ റിപ്ലൈ തരാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്